ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ പെട്ടതാണ് കസറത്തു അമലിഹിം, അവരുടെ കർമ്മങ്ങൾ അധികമാക്കുക, ഒരുപാട് കർമ്മം ചെയ്യുന്നവര്. അലാ റിഖത്തിൽ ഹിജാബ്, ഒരു വിരി, ആ വിരിയുടെ കട്ടി എത്ര ഉണ്ടോ, കട്ടി കുറവ് എത്ര ഉണ്ടോ, ആ കട്ടി കുറവ് നേരിയത് നടത്താം. അപ്പൊ ഹിജാബിന്റെ നേർമയേക്കാൾ അമലുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അവർ കൂട്ടി അമൽ ചെയ്തുകൊണ്ടിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ അത്തായൊറോ കുല്ല ഷെയ്യുമ്പിൽ വജൂദി ശശിയ, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അത് അറിയുന്നതും കേൾക്കുന്നതുമായിട്ട് അവർ അഭിപ്രായപ്പെടും. ഈ നിർജീവികളും ഞങ്ങളെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ധാരണ അവർക്കുണ്ട്. അങ്ങനെ ആമിലൂനഹു മുആമലത്തൽ അഹിയായി, ജീവനുള്ള വസ്തുക്കളോട് എങ്ങനെയൊക്കെയാണോ മനുഷ്യൻ പെരുമാറുക, ആ ഒരു നിലപാടിലൂടെയാണ് ഇത്തരം വസ്തുക്കളോട് സൂഫിയാക്കൾ പെരുമാറുക. വലിദാലിക കാനൂ ലാ യജിദു അഹദുഹും ഖൽവതൻ യഅസില്ലാ ഫീഹാ അബദാ. അങ്ങനെ വരുമ്പോ ഒഴിഞ്ഞു നിന്ന് ആരും കാണാതെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഗം അവർക്ക് എത്തിക്കാൻ കഴിയൂല. കാരണം ഒരു മരത്തിന്റെ ചുവട്ടിൽ ചെന്നാലും ആ മരം സാക്ഷിയാകും, ഒരു ചെടിന്റെ ചുവട്ടിൽ പോയി ചെയ്താൽ ചെടി സാക്ഷിയാകും, ഒരു കല്ലിന്റെ മുകളിലാണ് കല്ല് സാക്ഷിയാകും, ഒരു ഭൂമിന്റെ ഏതെങ്കിലും ഭാഗത്താണെങ്കിൽ ആ ഭൂമി സാക്ഷിയാകും. ഈ ഒരു പേടികൾക്ക് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഇവരെല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നൊരു ധാരണ അവർക്കുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ അവർ തെറ്റിലേക്ക് പോവാതെ സൽക്രമങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതെന്താ മനസ്സിലാക്കണമെന്നറിയാമോ? സൂഫിയാക്കള് ഈ വസ്തുവിനെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ രണ്ട് കണ്ണുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ തെറ്റ് ചെയ്യാൻ തോന്നുകയില്ല, നാണമായിട്ട് വരും. ഓരോന്നിനും അതിൻ്റെതായിരിക്കുന്ന സംസ്കാരം നൽകേണ്ടതുണ്ട്, അത് അതിന് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. മഹാരഥന്മാരായ ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരുമ്പോ അള്ളാന്റെ മുന്നിൽ സാക്ഷിയായിട്ട് ഇതൊക്കെ വരുമെന്നുള്ള ബോധം അവർക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ തെറ്റിലേക്ക് പോകാൻ അവർക്കൊണ്ട് കഴിയില്ല. എവിടെ നോക്കിയാലും പ്രയാസമാണ്. മനുഷ്യരാര് കണ്ടില്ലെങ്കിലും ഒരു മൃഗത്തിന്റെ മുന്നിലാണെങ്കിൽ ആ മൃഗം സാക്ഷിയായിട്ട് വരും. ഇതൊക്കെ ഓർത്തുകൊണ്ട് അവരെന്താകും, വളരെ നാണിച്ചുകൊണ്ട് തെറ്റും തകർന്നുകൊണ്ടേയിരിക്കും. അതെന്താണ്? അന്നകുല്ല അഹദി യഅലമു അന്നൽ മക്കാന അല്ലദി അസല്ലാഹു തആല ഫീഹി ലാ ബുദ്ദ അൻ യശ്ഹദ അലൈഹി ബൈന യദയില്ലാഹി യൗമൽ ഖിയാമ. ഇങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം. അല്ലാഹു തആലാക്ക് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, ഒരു സ്ഥലം, അത് നാളെ അള്ളാന്റെ മുന്നിൽ ഈ തെറ്റ് ചെയ്ത വ്യക്തിക്ക് കേടായിക്കൊണ്ട് അന്ത്യദിനത്തിൽ സാക്ഷി നിൽക്കുമെന്ന്. അത് അത്യാവശ്യമായിട്ട് വരും. അങ്ങനെയാണല്ലോ നമ്മൾ നമസ്കരിക്കാനെടുത്തതായിരിക്കുന്ന വസ്ത്രങ്ങളും നമ്മൾ നമസ്കരിച്ചതായിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നമുക്ക് നാളെ ഗുണമായി സാക്ഷി നിൽക്കും. നമ്മുടെ അവയവങ്ങൾ സാക്ഷിയായി നിൽക്കും, നേരെ എതിർ നിൽക്കും. അപ്പൊ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരിൽ ഇതാ ഇവൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന മുകളിൽ വെച്ച് തെറ്റ് ചെയ്തു എന്ന് പറയും. അവർ പേടിയെല്ലാവർക്കും ഉണ്ടായത് കൊണ്ടാണ് അവർ ഒരു സ്ഥലത്തൊന്നും അല്ലാഹു തആലാക്ക് തെറ്റ് ചെയ്യാതെ അമൽ ചെയ്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ അല്ലാഹു തആലായുടെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാലോ ആ സ്ഥലത്തെ ഇവന്റെ മേൽ സാക്ഷി നിൽക്കുവാൻ വേണ്ടി അല്ലാഹു തആല ഹാജരാക്കും, അത് വെളിവാക്കും. അപ്പൊ സാക്ഷി നിൽക്കും, കുടുങ്ങിപ്പോകും. വലോദക്കറായതും കലാമും ഖബീഹൻ യകാദു അൻ യദൂവ മിൻ ശിദ്ദത്തിൽ ഹയാ. അവരിൽപ്പെട്ട സൂഫിയാക്കൾപ്പെട്ട ആരെങ്കിലും ഒരാളൊരു വടക്കായ കലാം, ഒരു സംസാരം, വേണ്ടാത്തൊരു സംസാരം ഓർത്തുപോയാൽ അവര് അതിന്റെ കാഠിന്യം ഓർത്ത് നാണിച്ചതിന്റെ മേൽ ഒരുങ്ങുവാൻ പോലും ഉരുകി ഇല്ലാതെയാകാൻ എടുക്കുകയാകും. അത്രത്തോളം ഭയവിഹ്വലരായി ജീവിച്ചവർ എന്നർത്ഥം. വയവദ്ദു അന്നല്ലറഹു, ഭൂമി അവരെ പിടിച്ചു വിഴുകിയാൽ എത്ര നന്നായിരുന്നവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം തെറ്റുകളെ കൊണ്ട് മടിയാൻ അവർക്ക് അടുക്കുകയാവുകയില്ല. അവർ വാക്ക് പറഞ്ഞാൽ അത് മോശമാവുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കും.
അപ്പൊ ഇതെല്ലാം ഇതതിന് ചിന്തിക്കുകയാണ്. എവിടെ നോക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, എല്ലാം അള്ളാന്റെ മുന്നിൽ വരും. അപ്പൊ അള്ളാന്റെ മുന്നിൽ നല്ലവനാവേണ്ടതുണ്ട്. അങ്ങനെ ഓർത്ത് അള്ളാഹുവിലേക്ക് അടുത്തവരാണ് ഈ മഹാന്മാർ നല്ല അമലുകൾ ചെയ്ത് അധികരിപ്പിച്ച്. ഇങ്ങനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഞാൻ നടന്നു പോകുന്ന വഴി എനിക്ക് നാളെ ഗുണമായി നിൽക്കണം, അതിന് ഞാൻ ആ വഴിയിലൂടെ സലാത്ത് അധികരിപ്പിക്കേണ്ടതുണ്ട്, ദിക്ർ അധികരിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ ഇരിക്കുന്നതായ ബെഞ്ച്, ഡെസ്ക്, കിടക്കുന്ന വിരിപ്പുകൾ, ഇതെല്ലാം എനിക്ക് എതിൽ ഗുണമായി പറയാതെ അല്ല, എനിക്ക് എതിൽ സാക്ഷി നിൽക്കും, അതാവാതെ ഗുണമായി കിട്ടേണ്ടതുണ്ട്. അപ്പൊ നല്ല ചെയ്യണം. ഇതൊക്കെയായിരിക്കും ഓർമ്മകൾ. ഇത് പുതുമയാർന്ന ഒരു ഒറ്റപ്പെട്ട സ്വഭാവം. ഇത് എല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല. ഇത് വളരെ വീര്യമുള്ളതായ ഒരു ഒറ്റപ്പെട്ട സ്വഭാവമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അങ്ങനെയാണ് അമലുകൾ വർദ്ധിപ്പിക്കുക. ഇത് നമുക്ക് ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റൂലേ? നമ്മളെ കയ്യിലുള്ള ഉപകരണങ്ങൾ, നമ്മളിരിക്കുന്ന കസേരകൾ, ബെഞ്ചുകൾ, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, അതുപോലെ നമ്മുടെ തലപ്പാവ്, നമ്മളെ മുടികള്, എല്ലാം നമുക്ക് നല്ല വഴിക്കാക്കാൻ പറ്റുമല്ലോ. നല്ല വഴിക്ക് ചിന്തിച്ചാൽ പറ്റും. ഇല്ല, ഇതൊക്കെ നിർജീവികളാണ്, ഇതൊന്നും നമുക്കൊരു പ്രശ്നമാക്കാൻ, തെറ്റ് ചെയ്താലോ നാളെ അതിന്റെ ഗൗരവം മാഷൽ അറിയും. അപ്പൊ ഈ ബോധത്തോടു കൂടിയാണ് മഹാരഥന്മാർ ജീവിച്ചത്. അങ്ങനെ നമുക്ക് ജീവിക്കാം. വേണ്ടാത്ത സംസാരം നമുക്ക് ഉപേക്ഷിക്കാം, ഇതൊക്കെ ചെയ്യാലോ. ومن أخلاقهم رضي الله تعالى عنهم أنهم لا يطلبون من الله تعالى إجابة دعائهم في حق أنفسهم أو في حق أحد من الخلق. സൃഷ്ടിപ്പെട്ട ആരുടെയെങ്കിലും ഒരു ബാധ്യതയിലോ അവരുടേതായിരിക്കുന്ന സ്വന്തം നഫ്സിന്റെ ഹക്കിലോ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം കിട്ടുവാൻ അവർ തേടൂലാന്ന്. പ്രാർത്ഥിക്കും, അതിന് ഉത്തരം തരാൻ വേണ്ടി അവർ അന്വേഷിക്കൂലാന്ന്. ഇല്ലാ ഇൻകാനഹും മുസ്തഖീമുൽ ഖൽബി മഅല്ലാഹി തആല ഇസ്തിഖാമത്തുൽ മുംകിനത ഫീ ഹഖ്ഹി. ആയാലൊഴി എങ്ങനെയായാൽ ഹൃദയം നല്ല ചൊവ്വായിക്കൊണ്ട് ആരുടെയെങ്കിലും ഒരാളുടെ ഹൃദയം അല്ലാഹു തആലയോടുകൂടി നല്ല നിലയിലായി വരുന്ന നല്ല ചൊവ്വായിട്ട് നിന്നാലേ, എത്രത്തോളം എന്ന് വെച്ചാൽ കണ്ടാലൊരു വീട് നിന്ന് ഈ ദുനിയാവ് അല്ലെങ്കിൽ ആഖിറം, അല്ലെങ്കിൽ രണ്ട് വീട്ടിലും ആ ഒരു കട്ടില് കാരണമായിക്കൊണ്ട് വിഷത്തരയാകും. അങ്ങനെ ആവാതിരിക്കുവാൻ വേണ്ടി, അങ്ങനെ ആവാത്ത വിധം ചൊവ്വായി നിൽക്കും അവര്. അങ്ങനെയാണെങ്കിൽ ഒഴികെ അപ്പോഴേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തോന്നുള്ളൂ. അതിന് ആ വീടിന്റെ ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ ഉത്തരത്തിന് വരുവാൻ വേണ്ടി, ഉത്തരത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അവൻ അത്രയും സ്വന്തനായിരിക്കണം, അത്രയും മനസ്സ് ക്ലിയർ ആയിരിക്കണം. അങ്ങനത്തെവരാകുമ്പോഴേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുള്ളൂ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ തേടുകയുള്ളൂ എന്നർത്ഥം. അല്ല വെറുതെ ദ്വാരുന്നുകാണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് പറയൂല. وكان سيدي علي الخواص رحمه الله تعالى يقول മഹാൻ പറയുമായിരുന്നു, من أراد ألا يرد له دعاء, ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറുതെ തട്ടിവിടുക, ഉത്തരം നൽകാതെ, അങ്ങനെ പ്രാർത്ഥന തട്ടപ്പെടാതിരിക്കുവാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ فليكن على قدم الملائكة عليهم الصلاة والسلام بعدم النسيان. മലക്കുകളുടെ കാലടിപ്പാട് പോലെയാവട്ടെ എന്ന് പറഞ്ഞാൽ മലക്കുകളൊന്നും അല്ലാഹു തെറ്റ് ചെയ്യുന്നില്ല, അവർ മാസൂമികളാണ്. ആ ഒരു നിലപാടിലേക്ക് വ്യക്തി എത്തണം. അങ്ങനെ എത്തിയെങ്കിൽ മാത്രമേ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ, പ്രാർത്ഥന തട്ടാതിരിക്കുകയുള്ളൂ എന്നാണ് മഹാൻ പറഞ്ഞത്. വഖദ്കാന അബൂ നജീർ റളിയല്ലാഹു തആല യഖുൽ, മഹാന്റെ അഭിപ്രായം, ലോ അന്നൽ മുഅ്മിന ലം യഅസ് റബ്ബഹു അസ്സ വജല്ല ലകാന ഇദാ ഖസമ അലല്ലാഹി തആല അൻ യുസീല ലഹുൽ ജബൽ ലഅജാബഹു എന്നാണ്. ഒരു മുഅ്മിനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നിലക്കും എവിടെ വെച്ചിട്ടും അല്ലാഹു തആലക്ക് തെറ്റ് ചെയ്യാതെ ജീവിച്ച മുഅ്മിനായ മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ അള്ളാഹിന്റെ മേൽ ശപഥം ചെയ്തു വല്ലതും ചോദിച്ചാൽ, എന്താ സമ്മതം? ഈ പർവ്വതത്തെ അതിന്റെ സ്ഥാനം നീക്കിക്കളയണേ, അപ്പൊ അതിന്റെ സ്ഥാനത്ത് നിന്ന് അതിന് നീക്കിക്കളയണേ എന്ന് സത്യം ചെയ്തുകൊണ്ടെങ്ങാനും തെറ്റ് ചെയ്യാത്ത മോമിനായിരിക്കുന്ന ഈ അടിമ ചോദിച്ചാൽ ലഅജാബഹു, അതിനവൻ ഉത്തരം നൽകും. അപ്പൊ ഉത്തരം നൽകണമെങ്കിൽ തെറ്റ് ചെയ്യാതെ മാസൂമിന്റെ നിലപാടിലേക്ക് എത്തിയവരായിരിക്കും. മാസൂം ആകാനല്ല, അത്രത്തോളം ഒരു നല്ല നിലപാടിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കണമെന്ന്.
അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തേടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റൂല എന്നുള്ള വാദം. ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചത്. وكان خالد الربيعي رحمه الله تعالى يقول മഹാൻ പറയുന്നു كان إبراهيم بن أدهم رحمه الله تعالى جالسا في ظل الكعبة يوما. ഒരു ദിവസം കാബയുടെ നിഴലിലായിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ഹം തങ്ങൾ ഇരിക്കുകയായിരുന്നു. അപ്പൊ വഖാമ ഇലൈഹി റജുൽ, അങ്ങനെ ഒരാൾ ഇബ്രാഹിമിന് അദ്ഹം തങ്ങളടുത്തേക്ക് ചെല്ലുന്നു. വഖാല യാ അബാ ഇസ്ഹാഖ് മാ അലാമത്തുൽ മുസ്തഖിം, ചോദിച്ചത്. അയാൾ ചെന്നിട്ട് ഇബ്രാഹിം എന്നോട് ചോദിക്കുകയാണ്, യാ അബാ ഇസ്ഹാഖ്, അതോമന പേരാണ്, എന്താണ് ഇസ്തിഖാമത്തിന്റെ അടയാളം പറഞ്ഞു തരുമോ എന്ന്. വഖാല, അങ്ങനെ അതാ ഇബ്രാഹിമിന് അദ്ഹം തങ്ങൾ അലാമത്തുഹു എന്ന് പറഞ്ഞിട്ട് ഔമാ ഇലാ ജബലി അബി ഖുബൈസ്, അബി ഖുബൈസ് പർവ്വതത്തിലേക്ക് ചൂണ്ടിയിട്ട് എന്ത് പറഞ്ഞു, അൻസിൽ അൻമകാനക, നീ നിന്റെ സ്ഥലമുണ്ടല്ലോ പർവ്വതം, ആ നിൽക്കുന്നതായിരിക്കുന്ന പർവ്വതമേ, നീ നിൽക്കുന്ന ഈ സ്ഥാനത്ത് നീ നീങ്ങിപ്പോവണം എന്ന് ചൂണ്ടിച്ചു. അവ ചൂണ്ടിയപ്പോൾ അസാലഹുല്ലാഹു തആല ലഹു, അദ്ദേഹത്തിന് വേണ്ടി അതാ അല്ലാഹു തആല അതിനെ നീക്കുകയാണ്, അതിനെ നീക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഖാല, അപ്പോൾ ഇബ്രാഹിം എന്നവര് പറയുകയാണ്, സമയത്ത് അബു ഖുബൈസ്, ആ സമയത്ത് അബു ഖുബൈസ് പർവ്വതം ഇങ്ങനെ ഇളകുകയാണ്, ഇസാരത്തി നീങ്ങിപ്പോകാൻ വേണ്ടി. അങ്ങനെ നീങ്ങിപ്പോകാൻ വേണ്ടി ഇങ്ങനെ ഇളകുമ്പോൾ ഇബ്രാഹിം, അപ്പൊ ഇബ്രാഹിം അദ്ഹം തങ്ങൾ അബു ഖുബൈസ് പർവ്വതത്തിലേക്ക് ഒന്ന് ചൂണ്ടിയിട്ട് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ നിന്നെ ഇതുകൊണ്ട് ഞാൻ എന്തായിട്ടല്ല ഉദ്ദേശിച്ചിട്ടില്ല, നീ ഇവിടെ നീങ്ങി പോവണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, ചൂണ്ടിയിട്ടല്ലുള്ളൂ. ഇത് പറഞ്ഞു. ഇപ്പൊ വഖഫ, അങ്ങനെ അത് ആ പർവ്വതം അവിടെ നിൽക്കുകയാണ്. എന്താ ഈ നിലപാട്? മഹാനവറുകൾ ഈ നിലപാടിലേക്ക് എത്താൻ കാരണം എന്താണ്? അള്ളാഹുവിൽ ലയിച്ചു പോയി, ലയിച്ച് അള്ളാഹുവിന്റെ ചിന്തയായി ഈ പ്രപഞ്ചം വെടിഞ്ഞുപോയി, ഇല്ലേ? മഹാനവറുകൾ അങ്ങനെ ഉണ്ടല്ലോ. എന്ന് പറഞ്ഞില്ലേ, എന്റെ മക്കളൊക്കെ അനാഥകളാക്കി ഇട്ടേച്ചു പോകുന്ന റബ്ബേ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ്. തറത്തുൽ ഖൽഖ തുറഫി ഇലാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക, സർവ സൃഷ്ടികളെയും നിന്റെ പൊരുത്തത്തിലായി ഞാൻ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ്. ആരോട് ബന്ധമില്ല, എല്ലാം നിന്റെ പൊരുത്തത്തിലായി കളഞ്ഞുപോയി. പിന്നെ എന്റെ മക്കളെയൊക്കെ ഇട്ടേച്ച് ഞാൻ അനാഥകളെ പോലെയാക്കി മാറ്റിയിരിക്കണം, ശ്രദ്ധ ഇരിക്കില്ല, എന്തിന് നിന്നെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ മഹാനാണ്. അങ്ങനത്തെ ഒരു മഹാൻ അബൂ ഖുബൈസ് പർവ്വതത്തിലേക്ക് ചൂണ്ടുമ്പോ അത് പോരും, അത് ഇളകും, നിർത്താനും കഴിഞ്ഞു ഇളക്കാനും കഴിഞ്ഞു. അപ്പൊ മഹാന്റെ ആ പ്രാർത്ഥന ഫലം അതുകൊണ്ടാണ്. അങ്ങനത്തെവരായി മാറിയെങ്കിൽ അത് കിട്ടുകയുള്ളൂ എന്നാണ്. വഖദ് ബലഗനാനിൽ ജുനൈദ് റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കാറിയ അപ്പോൾ മഹാൻ പറയുമായിരുന്നു, ഷഹീദ ശഖ്സുൻ അലൽ വലീദി സൗറ, കള്ളസാക്ഷിയായിട്ട് വലീദിന്റെ മേൽ ഒരു വ്യക്തി സാക്ഷി നിന്നു. ഫഖാല വലീദ്, അപ്പൊ വലീദ് പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന കാദിബൻ അലയ്യ, പടച്ച റബ്ബേ, ഇയാൾ എന്റെ മേൽ സാക്ഷി നിന്നിട്ടുണ്ട്, ഇയാൾ എന്റെ മേൽ കളവ് പറയുന്ന ആളാണെങ്കിൽ ഈ നിമിഷം നീ അയാളെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ആര്? വലീദ് എന്നവര്. കാല, അങ്ങനെ സംഭവം പറയുന്ന ആള് പറയുകയാണ് എന്ന്, പങ്കമ്പർ റജുലു അലാ വജീഹി, അങ്ങനെ അയാൾ എന്തായി മുഖം കുത്തി വീണു. വലാസാലയത്തലിബു, അങ്ങനെ മുഖം കുത്തി വീട് പടച്ചുകൊണ്ടിരിക്കുകയാണ്. അത്താമാത്തഫിൽ വഖത്തി, ആ സമയത്ത് അയാൾ മരിക്കുന്നവരെ. അപ്പൊ എന്താണ് ഇവിടെ? മഹാനായ വലീദിന്റെ മേൽ കളവ് പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറഞ്ഞ് സാക്ഷി നിന്നു. അപ്പൊ പിന്നെ വലീദ് പറഞ്ഞത്, പടച്ചവേ, ഇയാൾ എന്റെ മേൽ കളവ് പറയുന്ന ആളാണെങ്കിൽ നീ അയാളെ ഈ നിമിഷം മരിപ്പിക്കണേ എന്നാണ്. ആ മരിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ ഉത്തരം കിട്ടാൻ കാരണം എന്താണ്? മഹാന്മാർ അത്രയും എത്തിയത് കൊണ്ടാണ്. മറ്റൊരു സംഭവം നോക്കാം. മഹാൻ പറയുന്നു,
നിഅമർ റബ്ബു റബ്ബുന അസ്സ വജല്ല, നമ്മുടെ റബ്ബായ റബ്ബിന്റെ ജിൻസ് വളരെ നല്ലതാണ്. ലൗ അന്ന അതഅനാഹു ഫീ കുല്ലി മാ അമറനാ ലഅജഅബനാ ഫീ കുല്ലി മാ സഅൽനാഹു സുബ്ഹാനഹു വതആല എന്ന. നിശ്ചയമായിട്ടും അള്ളാഹു നമ്മോട് എന്തെല്ലാം കൽപ്പിച്ചുവോ അത്തരം കാര്യങ്ങളിലായി അള്ളാഹ്ക്ക് നമ്മൾ അനുസരിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹ് നമുക്ക് ഉത്തരം നൽകുമായിരുന്നു. പക്ഷെ അള്ളാഹു ഉത്തരം നൽകാത്തത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അള്ളാഹ് പറഞ്ഞ് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല തന്നെ. ഖാല അഅ്മസ് എന്നവര് പറയുകയാണ്, വകാന ഇബ്രാഹിമിന് അദ്ദേഹം റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങള് യൗമൻ ഒരു ദിവസം ജാലിസൻ ഇരിക്കുകയായിരുന്നു. താഴത്തെ കന്തറത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കന്തറത്തിന്റെ ചുവട് എന്ന് പറയുമ്പോൾ അതിന് പറയുന്നത് തുസമ്മ മർവർ റൗസ്, മർവർ റൗസ് എന്ന് പറയും. അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വഖാർ റജുലുമിൻ അല കന്തറത്ത്, കന്തറത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം പാലം എന്നാ തോന്നുന്നുണ്ട്. എന്താ അവിടെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ഇയാള് കൂടും, ഒരാള് കൂടും. വഖാല ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ അംസികുഹു ബിൽ ഹവാ, പടച്ചവനെ നീ അയാളെ അന്തരീക്ഷത്തിൽ വെച്ച് പിടിച്ചു നിർത്തുക. ഹലാഖ്, അയാൾ നശിക്കും താഴെ വീണാല്. അങ്ങനെ നശിച്ചു പോകലിനെ തൊട്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുന്ന ഒരാൾ വരട്ടെ, ആ വരുന്നത് വരെ നീ അയാൾ പിടിച്ചു നിർത്തണേ അന്തരീക്ഷത്തിൽ എന്ന് പറഞ്ഞു. ഫവഖബിൽ ഹവാ, അങ്ങനെ ആ അന്തരീക്ഷത്തിൽ അയാൾ നിൽക്കുകയാണ്. ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. വന്നപ്പോ സാലിമ, അദ്ദേഹത്തെ കീഴ്പൂട്ട് രക്ഷപ്പെട്ടവരായിട്ട് ജനങ്ങൾ ഇങ്ങനെ ഇറക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ നിലപാടെത്തിയതും അങ്ങനെ നിർത്താൻ കഴിഞ്ഞ ആരെ കൊണ്ടാണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അധികം തങ്ങളെ കൊണ്ടാണ്. മഹാനവർ ഇത് കണ്ടു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതാണ്. അത് കിട്ടിയത് എന്തുകൊണ്ട്? അത്രത്തോളം ഉയർന്ന പദവിയിൽ അവരെത്തിപ്പോയി. വറബ റജുലുൻ മിൻ അഅ്വാനിൽ ഉലാത്തി, അധികാരി വർഗത്തിന്റെ സഹായത്തിൽപ്പെട്ട സിംഗിളിപ്പെട്ട ഒരാൾ അടിച്ചു. മാലിക്കിന്റെ ദീനാർ, മാലിക് ദീനാർ തങ്ങൾ അടിച്ചു. ബിസൗത്തി, ചാട്ടവാറാണ്ട് കൊടുത്തു ഒന്ന്. അപ്പൊ കാല മാലിക്കുൻ, അപ്പൊ മാലിക് എന്നവര് പറഞ്ഞു, വേറൊന്നു അല്ലാഹുമ്മ യദഹൂന, പടച്ചവനെ ഇയാൾ ഇതാ ചാട്ടവാറ് കൊണ്ട് എന്നെ അടിച്ചിരിക്കുകയാണ്. വെറുതെ അടിച്ചതാണല്ലോ അത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കരം നീ മുറിച്ചു കളയണേ അല്ലാ എന്നാണ്. അങ്ങനെ ഇരിക്കെ കൊത്തിയെത്തിയതു റജുലി ബിൽ ഖദ്, പിറ്റേന്ന് വന്നു നോക്കുമ്പോ അയാള് കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മർറ അലൈഹി വഹിയ മുഅല്ലഖ, ഇബ്രാഹിം മാലിക് ദീനാർ തങ്ങൾ ആ കൈ മുറിക്കപ്പെട്ട വ്യക്തിന്റെ അരികിൽ കൂടെ ഇങ്ങനെ നടന്നുപോയി. കാലാമഹാൻ പറയുന്നു, വഖദബ റജുൽ അലാ മുതറഫ് ബിൻ അബ്ദില്ലാഹ് റഹിമഹുല്ലാഹു തആല, ഒരാള് വന്നിട്ട് മുതറഫിന്റെ പേരിൽ കളവ് പറഞ്ഞു. ഫഖാല മുതറഫുൻ, അപ്പൊ മുതറഫ് പറഞ്ഞു പ്രാർത്ഥിച്ചത് എന്താ അറിയോ? അല്ലാഹുമ്മ ഇൻ കാന കാദിബൻ ഫഅബിതു സഅ, പടച്ചവനെ ഇയാൾ ആ സാക്ഷി നിൽക്കുകയാണ്, കള്ളസാക്ഷിയാണെങ്കിൽ ഈ നിമിഷം നീ ആളെ മരിപ്പിക്കണേ അല്ലാ എന്ന്. കാല, അങ്ങനെ സംഭവം വിവരിക്കുന്ന ആൾ പറയുന്നു, വഖാർ റജുലു മയ്യിത്തൻ ഫിൽ ഹാൽ, മഹാനവർക്ക് പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ അയാൾ മരിച്ചു വീണു എന്നാണ്. ഇതാണ് മഹാന്മാരുടെ വിഷമാണെന്ന് പറയുന്നത്. വന്നാസി യൻദുറുഹു, ഈ രംഗം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുതറഫ്, അങ്ങനെ മുതറവുമായി ജനങ്ങൾ ബന്ധപ്പെട്ട് പിടികൂടി. വാഹദുഹു, അദ്ദേഹത്തെ പിടികൂടിയിട്ടില്ല. വാൽ ബസറ, ബസറയിലെ അന്നത്തെ ഭരണാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫഖസ്സു അലൈഹി ഖിസ്സ, അങ്ങനെ ഭരണാധിപനോട് ചരിത്രമെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പലമ്മ സമി അൽ വാലി, ഭരണാധിപൻ കേട്ടു. മിദാലിക, ഈ കഥ കേട്ടപ്പോൾ ആല, ഭരണാധിപൻ പറഞ്ഞു, ഇൻഹിയ ഇല്ലാ ദഅവത്തു റജുൽ സാലിഹ്, ഇത് ഒരു സാലിഹായ ഒരാളുടെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമല്ല. അത് വലിസാദബത്ത് വലിയത്തർ റജുൽ, ആ പ്രാർത്ഥന ഇയാളെ മരണവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരാൾ പ്രാർത്ഥന കൊണ്ട് മരിച്ചു പോയതാണ് ഇയാൾ എന്ന് അവിടെ നിന്ന് പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോ ഈ നിലപാട് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നമ്മൾ നന്നാവണം എന്നർത്ഥം. ومن أخلاقهم رضي الله تعالى عنهم ألا يدعي أحد منكم محبة أحد, എനിക്ക് മറ്റൊരാളുമായി നല്ല ഇഷ്ടമുണ്ട് എന്നൊരു വാദമൊന്നും ഇവരാരും വാദിക്കാറില്ല. എന്തിന്റെ ശേഷമല്ലാതെ ഇല്ലാ ബഅദ ഐ
യഅറള അലാ നഫ്സിഹി മുഖാസമതു ബി മാലിഹി, അവന്റെ സ്വന്തം നഫ്സിന്റെ മേൽ സമ്പത്തുമായുള്ള ആ ബന്ധത്തിലുള്ള ഓഹരി ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെളിപ്പെടുത്തും. അങ്ങനെ വൈദ അസാബഹു ബലാഉ ബി ജസദിഹി, അങ്ങനെ വരുമ്പോൾ അവന്റെ ജസദിന് ഒരു മുസീബത്ത് അവനെത്തുകയാണെങ്കിൽ യതഅല്ലമു, അവൻ വേദനിക്കുന്നു, കമാ യതഅല്ലമുൽ മുസാബ്, മുസീബത്ത് എത്തിയാൽ എത്ര കണ്ട് വേദനിക്കുന്നുവോ അതുപോലെ അയാൾ വേദനിക്കുന്നു. നേരെ മറിച്ച് പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് അവന്റെ മനസ്സ് ശുദ്ധമായി നിൽക്കുകയാണെങ്കിലോ എന്നാ പിന്നെ വലിയ പുല്ലു, അവനോട് അവൻ പറയട്ടെ ഇന്നി മുഹിബ്ബുൻ, ഞാൻ നിന്നെ ഇഷ്ടമുള്ളവനാണ്. ഇവിടെ പറഞ്ഞതെന്താ, മറ്റൊരാളോട് ഇഷ്ടമുണ്ടെന്ന് വാദിക്കാറില്ല. പിന്നെന്തവർ ചെയ്യാ, സ്വന്തം നഫ്സിന്റെ മേൽ തന്റെ കയ്യിലുള്ളതായിരിക്കും സമ്പത്തുമായി ഓഹരിഭാഗം നടത്തി നോക്കും. അങ്ങനെ ഓഹരിഭാഗം നടത്തുന്ന സമയത്ത് അവിടെ വല്ല ബുദ്ധിമുട്ട് തടിയിൽ കിട്ടി നോക്കുക. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അയാൾ വേദനിക്കുന്നവനായിരിക്കും. മനസ്സ് ശുദ്ധമായവനാണ് എങ്കിൽ അങ്ങനെ വിഷയമൊന്നും ഉണ്ടാവുകയില്ല. ഇല്ല അങ്ങനെയല്ല എങ്കിൽ കളവിനെ തൊട്ടെന്താവട്ടെ, അവൻ മതിയാക്കട്ടെ, നിർത്തട്ടെ. ഫൽയകുഫ, അവൻ തടയട്ടെ, അല്ലെങ്കിൽ ഫൽയുകഫ, അവനെ തടയപ്പെടണം. അനിൽക്കെതിരി കളവിനെ തൊട്ട്. കാരണം ഫൈൻഹു മുനാഫിഖുൻ, അവൻ കപടനാണ്, അവ കള്ളം പറഞ്ഞത് ശരിയല്ല. വഹാദൽ ഖുലുഖു ഖല്ല മൻ യതഖല്ലഖു ബിൽ അൽആൻ, ഇതൊരു സ്വഭാവം, നല്ല സ്വഭാവമാണ്. ഇതുകൊണ്ട് ഉള്ള ഈ സ്വഭാവക്കാർ ഇന്നീ കാലഘട്ടത്തിൽ വളരെ വിരളമാണ്. ഫഖദ് തഖല്ലഖതു അനാ ബി അഖ്ബാലി അസ്ഹാബി ദുൽ ബഅദ്, ചില ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് എന്റെ സ്വഹാബിൽപ്പെട്ട ചില ആൾക്കാരുടെ ബാധ്യതയിൽ ഇതുമായി ഞാൻ എന്തായി സ്വഭാവമായത് പരിചയപ്പെട്ടു നോക്കി. ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ ഞാനും ആ വിഷയം കൊണ്ട് സ്വഭാവമായി എടുത്തു നടത്തും, സ്വഭാവമുള്ളവരാക്കി മാറ്റിയെന്നാണ്. ഫഅലം ദാലിക യാ അഖി, എന്റെ സഹോദര, ഇത് നീ മനസ്സിലാക്കിക്കോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവിനാണ് സർവ്വസ്തോത്രം. അപ്പൊ നല്ലോണം അമല് ചെയ്യുക. പ്രാർത്ഥനയ്ക്ക് നല്ല മനസ്സ് ശുദ്ധിയുള്ളവർ മാത്രമേ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകൂല. പിന്നെ നല്ലതായിരിക്കുന്ന സ്വഭാവത്തിൽപ്പെട്ട മറ്റൊരു സ്വഭാവമാണ് മറ്റൊരാളോട് എനിക്ക് പ്രേമമുണ്ടെന്ന് പറയൂല. അത് പറയണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം നഫ്സ് പരിശോധിക്കാണ്ട് അങ്ങനെ ലെവലായി വരികയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഴപ്പമെന്നാ പറഞ്ഞതിനർത്ഥം.